നമസ്കാരം എല്ലാവർക്കും രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇടവം 1. സൂര്യൻ ഇടവത്തിൽ ഉദിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇന്നലെ വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറി. ഈ രണ്ട് മാറ്റങ്ങൾ കൂടെ എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ നമ്മൾ ഇന്ന് വെച്ച പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് പ്രകാരം 12 നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നാണ് നമുക്ക് തെളിഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർ കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരാലും വെറുക്കപ്പെട്ടും കുറ്റപ്പെടുത്തിയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ ഭൂരിഭാഗവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുകളുണ്ടായി വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇതിൽ ഭൂരിഭാഗം നക്ഷത്രങ്ങളും എത്തി നിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു മാറ്റത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്, സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. കളിയാക്കിയവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകരെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ധനപരമായി വളരെയധികം ഉയർച്ച കാണുന്ന ഒരു സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. കിട്ടില്ലെന്ന് വിചാരിച്ചിരുന്ന പല ധനവും കൈവശം വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായി വരുമാനങ്ങൾ വർദ്ധിക്കുന്നതാണ്. ധനം, ഭാഗ്യങ്ങൾ എന്നിവ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉയരുന്നതാണ്. ഇതുവഴി ജീവിത നിലവാരം വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നത് മൂലം ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കെണിയിൽപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നു. വളരെയധികം സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ച പദവിയിൽ തന്നെ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കൂടുതലാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. തള്ളിപ്പറഞ്ഞ പല സുഹൃത്തുക്കളും ബന്ധുക്കളും അടുത്ത് വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. വിദേശ ജോലിക്കും വിദേശ ബിസിനസ്സിലൂടെ വരുമാനം ലഭിക്കുന്നതിനും വളരെയധികം പറ്റിയൊരു സമയം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. എന്തുകൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. കർമ്മപുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നതാണ്. ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. പല രീതിയിൽ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ്. തൊഴിലിടങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പ്രമോഷൻ മുതലായവ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. കടക്കിണിയിൽ നിന്ന് കടം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് തിരുവാതിര നക്ഷത്ര ജാതകർ എത്തിച്ചേരാൻ പോവുകയാണ്. രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മികച്ചൊരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. വിവാഹ തടസ്സം മൂലം നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്ന് വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. പുതിയ ഗ്രഹം, വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശവാസത്തിനും സാധ്യത കാണുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ധനഭാഗ്യം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത്. തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല ബിസിനസ്സുകൾ തുടങ്ങാനും
അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. സമ്പത്ത് വർദ്ധിക്കും. ലോട്ടറി ഭാഗ്യം തന്നെ വന്നു ചേരുന്നതാണ്. വിദേശ തൊഴിൽ മൂലം ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതാണ്. പുതിയ ഭൂമി ഗ്രഹനിർമ്മാണത്തിനും പറ്റിയൊരു സമയം തന്നെയാണ്. ദൈവാനുഗ്രഹത്താൽ പല രീതിയിലും പല മാർഗങ്ങളിലൂടെയും ഇവർക്ക് വരുമാന മാർഗങ്ങൾ പലതും വന്നു ചേരുന്നതാണ്. ഉന്നതരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. വിവാഹങ്ങൾ നടക്കുന്നതിനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ പലതും വന്നു ചേരുന്നതാണ്. സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് പ്രമോഷൻ, ആനുകൂല്യങ്ങൾ മുതലായവ ലഭിക്കുന്നതിനും കോടതി വ്യവഹാര കേസുകളിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് അനുകൂലമായ വിധി വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. എന്തുകൊണ്ടും മകൻ നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. സന്തോഷകരമായ പല വാർത്തകളും കേൾക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. കുടുംബത്തിൽ മംഗളകരമായ പല കർമ്മങ്ങൾക്കും സാധ്യത കാണുന്നു. കർമ്മപുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ബിസിനസ്സിൽ നിന്ന് വരുമാനം വർദ്ധിക്കുവാനും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികൾ തുടങ്ങുവാനും സാധിക്കുന്നതാണ്. വിദേശ ബിസിനസ്സിലൂടെ വരുമാനങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം നടത്തുന്നതിനും പൂർവിക സ്വത്തുകൾ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും മത്സര വിജയത്തിനും സാധ്യത കാണുന്നു. എന്തുകൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് നക്ഷത്ര ജാതകരെയും തേടിയിരിക്കുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിൽ നിന്ന് കരകയറാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന സമയം തന്നെയാണ് ഇവരെ തേടിയിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെയധികം മെച്ചമുള്ള ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഗൃഹനിർമ്മാണത്തിനും പൂർവിക സ്വത്തിലൂടെ ധനം ലഭിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു. കൂട്ടു ബിസിനസ്സിലൂടെ പല രീതിക്കുള്ള വരുമാനങ്ങൾ വർദ്ധിക്കുന്നതാണ്. ദൈവാനുഗ്രഹം മൂലം ഭാഗ്യങ്ങൾ തെളിയുന്നതാണ്. ഈ അനിഴ നക്ഷത്ര ജാതകർക്ക് പ്രണയവിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്രഹം, വാഹനം എന്നിവ വന്നു ചേരുന്നതാണ്. ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റം, മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് അനിഴം നക്ഷത്ര ജാതകർ എത്തിച്ചേരാൻ പോകുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. തൊഴിലിടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷൻ, ആനുകൂല്യങ്ങൾ മുതലായവ ലഭിക്കുന്നതാണ്. ഒരു നേതൃപദവിയിൽ വരെ എത്തിച്ചേരാൻ സാധ്യത കാണുന്നതാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ മക്കൾ മൂലം പല രീതിയിലുള്ള മനോവിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ വിപുലീകരിക്കാനും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. എന്തുകൊണ്ടും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. നല്ല കാലം തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ദൈവാനുഗ്രഹം കൂടുതലുള്ളത് കൊണ്ട് സാമ്പത്തികമായി വളരെയധികം ഉയരുന്നതാണ്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ വളർച്ച ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്ന കലഹങ്ങൾ
മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും വന്നു ചേരുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതുമാണ്. അതുപോലെ തന്നെ കളഞ്ഞു പോയെന്ന് വിചാരിച്ചിരുന്ന വിലപിടിപ്പുള്ള പല വസ്തു രേഖകളും കൈവശം വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കൾ മൂലമോ ബന്ധുക്കൾ മൂലമോ പല സഹായങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹനിർമ്മാണം നടക്കുന്നതിനും പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. ശത്രുദോഷങ്ങൾ കൂടുതലുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന സ്വഭാവമുള്ളതിനാൽ സാമ്പത്തികം വളരെയധികം സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ദൈവാനുഗ്രഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിരവധി മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. കർമ്മമേഖലയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല ബിസിനസ്സുകളും ആരംഭിക്കുവാനും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. ശസ്ത്രദോഷമുള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തികമായി വളരെയധികം ഉയരുന്ന ഒരു സമയം തന്നെയാണ്. ഇതുമൂലം കുടുംബത്തിൽ വളരെയധികം സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം മാറി കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശവാസത്തിനുമുള്ള സാധ്യത കാണുന്നു. എന്തുകൊണ്ടും പൂരാട നക്ഷത്ര ജാതകർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വർഷക്കാലം കാത്തിരിക്കുന്നത്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. ദുരിതകാലങ്ങൾ അവസാനിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത്. ഇവരുടെ കഷ്ടപ്പാടിൻ്റെ വില ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഒരുപാട് നാളായി തടസ്സപ്പെട്ടിരുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാനും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധനം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ജീവിത നിലവാരം വളരെയധികം ഉയരുന്നതാണ്. കൂട്ടു ബിസിനസ്സിലൂടെയും ക്രയവിക്രയങ്ങളിലൂടെയും വരുമാനം വളരെയധികം ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മൂലം നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്ര ജാതകരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത ധനം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിടങ്ങളിൽ പ്രശസ്തി കീർത്തി എന്നിവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും വളരെയധികം മെച്ചപ്പെട്ടൊരു സമയം തന്നെയാണ്. പുതിയ ബിസിനസ്സിലൂടെ വരുമാനം വർദ്ധിക്കുവാനും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കുവാനും പറ്റിയൊരു സമയത്തിലേക്കാണ് ചതയം നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത്. പൂർവിക സ്വത്ത് ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം ഭൂമി വാങ്ങുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. വിദേശ തൊഴിലവസരങ്ങൾ നിരവധി വന്നു ചേരുന്നതാണ്. ഇതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. കുടുംബകലഹങ്ങൾ കുറയുന്നത് വഴി കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരാൻ പറ്റിയൊരു സമയത്തിലേക്കാണ് ചതയം നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത്. ദൈവാനുഗ്രഹം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും നിരവധി വഴിയിലൂടെ വരുമാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ടും ചതയം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷക്കാലം സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെയാണെന്ന് പറയാൻ. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത്. ലോട്ടറി ഭാഗ്യം മൂലം സാമ്പത്തികം വളരെയധികം ഉയരുന്നതാണ്. പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ്. ദൈവാനുഗ്രഹത്താൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. കടബാധ്യതകൾ മാറുന്നതാണ്. കുടുംബത്തിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും
മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികമായി വളരെയധികം ഉയരുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ നെഗറ്റീവ് ചിന്താഗതികൾ കുറേ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇവയെല്ലാം മാറ്റി പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് മാറിയാൽ ഇവരുടെ ജീവിതം വളരെയധികം മാറ്റങ്ങളുടെ ഒരു കാലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അടുത്ത ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. കഷ്ടകാലങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യങ്ങൾ തെളിയുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. പല രീതിയിൽ പല മാർഗങ്ങളിലൂടെയും വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം പല വഴികളും തുറന്നു കിട്ടുന്നതാണ്. ഉപേക്ഷിച്ച് നിർത്താമെന്ന് വിചാരിച്ചിരുന്ന പല ബിസിനസ്സുകളും മാറ്റങ്ങൾ വരുത്തി ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ്. സുഹൃബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ്. അകറ്റി നിർത്തിയവർ തന്നെ ആദരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. വിദേശവാസത്തിനും വിദേശ ബിസിനസ്സിലൂടെ വരുമാനങ്ങൾ വർദ്ധിക്കുന്നതിനും സാധ്യത കൂടുതലാണ്. ആരോഗ്യം മെച്ചമായിരിക്കും. എന്തുകൊണ്ടും പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം. പ്രശ്നത്തിൽ തെളിഞ്ഞ ഈ 12 നക്ഷത്ര ജാതകർക്കും സർവ്വ സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരട്ടെ എന്നൊരു പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.